നമുക്ക് വായിക്കാൻ പരിചിതമായ വചനഭാഗമാണ് ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 1 to 8. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ച് അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വളരെ പരിചിതമായ വചനഭാഗമാണ്. ദൈവം എല്ലായ്പ്പോഴും തൻ്റെ കാര്യപരിപാടികൾ, തൻ്റെ പദ്ധതികൾ തന്നിൽ ആശ്രയിച്ച് നിൽക്കുന്നവരെ ഭരമേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ ഭൂമിയിൽ ആവിഷ്കരിക്കുവാൻ ദൈവം കാണുന്നത് തൻ്റെ ഓൺ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട, തന്നേക്കാൾ അല്പമാത്രം തേജസ്സും ബഹുമാനവും താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച വലിയ എക്സ്പെക്റ്റേഷനോടുകൂടി ദൈവം കാണുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. രക്തത്താൽ ജയം. ഇവിടെ നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ഹിസ് ജനറേഷൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം, നമ്മുടെ ആയുസ് എത്രയാണ് എന്ന് കർത്താവ് നിശ്ചയിച്ച സമയപരിധിയിൽ മാത്രമുള്ളതാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിന് ചെയ്തെടുക്കാനുള്ള പദ്ധതികൾ ഈ ഒരായുസിൻ്റെ പരിമിതിയിൽ, ആ ഷോർട്ട് സ്പാൻ പീരീഡ് ഓഫ് ടൈമിലാണ് അത് നിവർത്തീകരിക്കപ്പെടേണ്ടത്. അതിനുവേണ്ടി ദൈവം തൻ്റെ മക്കളെ കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ഒരുക്കിയെടുത്തിട്ടുണ്ട്, ദൈവപ്രവൃത്തിയിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നോഹ. നോഹയ്ക്ക് അവൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കറിയാം, ആ വചനഭാഗങ്ങൾ 1 മുതൽ നാം ശ്രദ്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി, മനുഷ്യൻ്റെ എക്സ്പെക്റ്റേഷന് വിരുദ്ധമായിട്ട്, ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷന് വിരുദ്ധമായി മനുഷ്യൻ മാറി. അപ്പോൾ ദൈവം അനുതപിക്കുന്നതായി നാം വായിച്ച കേട്ടു. ഇസ്രായേൽ ജനത്തിൻ്റെയും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പല സന്ദർഭങ്ങളിൽ ദൈവം അനുതപിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവം സന്തോഷിക്കുന്ന, ദൈവം വളരെ ലിബറലായി ഇടപെടുന്നതായ അനുഭവങ്ങളും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടതാണ് വേദപുസ്തകത്തിൽ ഉടനീളമായി വ്യാപരിച്ച് നിൽക്കുന്നതും നമുക്ക് പഠിക്കുവാനായി സാധ്യമാകുന്നത്. ഇവിടെ ഈ അധ്യായത്തിൽ 3-4 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. വലിയ ഒരു ശുഭപ്രതീക്ഷ ഈ വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം കർത്താവും പൗലോസും യെഹെസ്കേലുമൊക്കെ ഈ നോഹയെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്.
പത്രോസ് അപ്പോസ്തലൻ സംസാരിച്ചിട്ടുണ്ട്. ധാരാളം തിയോളജിയൻസ് നോഹയുടെ വിഷയങ്ങളെടുത്ത് സവിസ്തരമായിട്ടുള്ള കമൻ്ററീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൽ വളരാൻ പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിനു വേണ്ടി ഒരാൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും, എങ്ങനെ ഒരാൾക്ക് പ്രയോജനപ്പെടുവാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും ഫിറ്റിംഗ് എക്സാമ്പിളാണ് നോഹയുടെ ജീവിതമെന്ന് പറയുന്നത്. 2, വിശ്വാസത്തെക്കുറിച്ചുള്ളതായ കൃത്യമായ വിശ്വാസ ജീവിതത്തിൻ്റെ മഹത്വവും വിശ്വാസ ജീവിതത്തിൻ്റെ ആധികാരികതയും നോഹയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. 1, ഹോപ്പ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തോട് കൂടെ നിന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും അവൻ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുമെന്നും, ഹല്ലേലൂയ, ശത്രു ഏതെല്ലാം വിധത്തിൽ അതിനെതിരെ ഉയർന്നാലും അവൻ ഒരു ലെഗസി ഉണ്ടാക്കുമെന്നും നമുക്ക് നോഹയുടെ ചരിത്രത്തിലുണ്ട്. വിശ്വാസത്തിലൂടെ ഒരാൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും, നെഗറ്റീവായിട്ടുള്ള ഇമ്പോസിബിളായിട്ടുള്ളൊരു എൻവയറമെൻറ്റിൽ എങ്ങനെ ഒരു ദൈവവൈതലിന് സ്റ്റേണായി നിൽക്കാൻ കഴിയും. 3, ദൈവത്തിൻ്റെ ഗ്രേസ്, കൃപ എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത് എന്ന്. ഇതിനെക്കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഹിസ്റ്റോറിക്കലായിട്ടും അതുപോലെ പ്രസൻറ്ററായാലും അനേകമായ ഉദാഹരണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നോവ ഫൗണ്ട് ഗ്രേസ്, ഫേവർ ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കണം, വളരെയധികമായി ജനം വിക്കറ്റ്നെസ്, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ജീവിത ശൈലി, ഹല്ലേലൂയ, നാമും ഇതിന് സമാനമായ ഒരു ജീവിത ചുറ്റുപാടിലാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഏത് കാര്യങ്ങളും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്തിൽ സർവ്വസാധാരണമായിരിക്കുകയാണ്. ഏത് സംഗതിക്കും ഒറിജിനലിനെ പോലും വെല്ലുന്നതായ ഡ്യൂപ്ലിക്കസി ധാരാളമായി നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം. നമ്മൾ ഏത് പ്രോഡക്റ്റും, പ്രൈസ് ഗോഡ്, നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ എല്ലാം അതിനേക്കാൾ നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസിനെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ മാത്രമല്ല, ഇത് ബിഗിനിങ്ങിലേ ഇതുണ്ട് എന്നുള്ളത് നമുക്ക് ബൈബിളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളതായ ഒരു ചുറ്റുപാട്. കാരണം എന്തുകൊണ്ടാണ് മാനിപ്പുലേഷൻ? ശരിയായൊരു കാര്യത്തെ തെറ്റായി ചിത്രീകരിക്കുക, ശരിയായൊരു കാര്യത്തെ തെറ്റായി പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അത് ശരിക്കും ഒറിജിനേറ്റ് ആയിരിക്കുന്നത് ഇത് ഭൂമിയിലല്ല. കാരണം ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായ സ്പിരിറ്റ് ഒരു റോങ് സ്പിരിറ്റാണ്. അത് ഉണ്ടായിരിക്കുന്നത് സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് കൂടെ നിൽക്കുന്ന ദൂതന്മാരിൽ ഒരാളായ ലൂസിഫർ. അത് എങ്ങനെയാണ് അതെങ്ങനെ ആയതെന്നെല്ലാം അതിനകത്തുണ്ട്. പ്രൈഡ് തൻ്റെ ഉള്ളിൽ കയറി ദൈവത്തെ പോലെയാകുന്നു എന്നുള്ളൊരു തോന്നലാണ് തനിക്ക് ആ ദൈവിക ശുശ്രൂഷ നഷ്ടപ്പെടുന്നത്. ആ നിമിഷം മുതൽ ആൻറ്റി ഗോഡ് ആക്ടിവിറ്റീസിൽ മുഴുകി നിൽക്കുന്ന ലൂസിഫർ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ താല്പര്യത്തെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയിൽ വ്യാപൃതനായി നിൽക്കുന്നു. ഏത് കാര്യത്തെയും വളച്ചൊടിക്കുക, ശരിയായ കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഇന്ന് ലോകത്തിൽ വളരെ ആക്റ്റീവാണ്. ഇതെന്നും ഉണ്ടായിരുന്നു. ഇത് നോഹയുടെ കാലഘട്ടത്തിൽ വളരെ ശക്തമായിരുന്നു. നമുക്കറിയാം സോദോമിൻ്റെ അനുഭവം നമുക്കറിയാം. സോദോമിലേക്ക് ദൈവം ന്യായവിധി അയക്കുന്ന സംഭവമുണ്ട്. മാനിപ്പുലേറ്റഡായി കാര്യങ്ങളെ, കാരണം ദൈവത്തെ അറിഞ്ഞ് ഭക്തിയോടെ ജീവിക്കണം എന്നുള്ള പഠനത്തിന് വിരുദ്ധമായി തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക, എൻ്റർടൈൻമെൻറ്റ് കൾച്ചർ, ഹല്ലേലൂയ, ബാലൻസ്ഡ് എൻ്റർടൈൻമെൻറ്റ് കൾച്ചർ ഈസ് ഓക്കെ. പക്ഷെങ്കിൽ
ഇംബാലൻസ് ആയിട്ടുള്ള അതിലേക്ക് നമ്മെ നയിക്കുന്ന അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക്, നോഹയുടെ കാലത്ത് അത്രമാത്രം മാനിപ്പുലേറ്റഡ് സറൗണ്ട് ദൈവത്തിനു വേണ്ടി പിടിച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചലഞ്ചാണ്, വലിയ ഒരു വെല്ലുവിളിയായി ഇന്നും നിലനിൽക്കുകയാണ്. വളരെ എത്ര നെഗറ്റീവായ സാഹചര്യങ്ങൾ ഉയർന്നാലും അതിൻ്റെ നടുവിൽ റൈറ്റ് വേയിൽ നിൽക്കുക, ശരിയായ കാര്യത്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. മെജോറിറ്റി എങ്ങനെ പോയാലും മൈനോറിറ്റി ആയാലും ഒറ്റയ്ക്കായി നീക്കേണ്ടി വന്നാലും സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിൽക്കുക. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞത് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും നഷ്ടങ്ങൾ വന്നാലും അതിനെ വിഷമിക്കാത്തൊരവസ്ഥ. ഹല്ലേലൂയ. ഇവിടെ ഇപ്രകാരം വളരെ കൂടുതൽ ഞാനതിൽ വിവരിക്കുന്നില്ല. നമുക്കറിയാം, എല്ലായ്പ്പോഴും പ്രവചന പുസ്തകത്തിൽ യിരെമ്യാവ് പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും വിഷം നിറഞ്ഞതാണ്, കപടതകൾ നിറഞ്ഞതാണ്, മാനിപ്പുലേറ്റഡ് വേൾഡ്. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുക. ഇന്ന് പകൽക്കാലം നാം വിശുദ്ധാരാധനയിൽ കടന്നു വന്നിരിക്കുമ്പോൾ സങ്കടങ്ങളെക്കാൾ അധികമായി സന്തോഷത്തിൻ്റെ കഥകൾ പറയാനാണ് നമുക്ക് ഓരോരുത്തർക്കും അധികമായിട്ടുള്ളത്. അതിൻ്റെ മധ്യത്തിൽ നാം ചെയ്യേണ്ടത്, നാം ഓരോ സഭായോഗത്തിൽ വരുമ്പോഴും ഓരോ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മെ പുനഃപ്രതിഷ്ഠിച്ചു കൊണ്ടുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനെ എങ്ങനെയൊക്കെ നമ്മുടെ ആ യൂസ്ഡ് വേയിൽ നിന്നും നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അല്പം കൂടെ സ്പിരിച്വലി അഡ്വാൻസ് ആകാൻ എങ്ങനെ കഴിയും, ദൈവത്തെ അല്പം കൂടെ എനിക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും, അല്പം കൂടെ നല്ലൊരു സാക്ഷ്യമായി കാണിക്കാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് എങ്ങനെ കഴിയും എന്നുള്ളതിനായിട്ട് മുൻതൂക്കം കൊടുക്കാൻ നമ്മുടെ സഭായോഗങ്ങളും നമ്മുടെ കൂടിവരവുകളുമൊക്കെ നമ്മെ അതിലേക്ക് നയിക്കുന്നതാകണം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ യാതൊരു വറീസുമില്ലാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ദൈവത്തെ അനുസരിക്കുകയാണ്. നമുക്കറിയാം, നോഹ പെട്ടകം പണിതു, ആർക്ക് പണിതു. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം നന്നായി സൂക്ഷിക്കുമോ അത്രമാത്രം ദൈവത്തിൻ്റെ പണിയിൽ ദൈവം നമ്മളെ ഭാഗവാക്കാകും. നമ്മളാരും പെർഫെക്റ്റ് അല്ല. വി ആർ എ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ്സ് ആർ ഇംപെർഫെക്റ്റ്. ദർ ആർ ലോട്ട് ഓഫ് ഷോർട്ട് കമ്മിങ്സ്. അപാകതകളുണ്ട്, പരാജയങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്, ധാരാളം ഫെയിലുവേഴ്സ് ഉണ്ടാകും. എന്നാൽ അതിനോടുള്ള മനോഭാവം, കറക്ഷൻ, തെറ്റുകളെ തിരുത്താനുള്ള മനോഭാവം, ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാനുള്ളതായ മനോഭാവം, അത് നമ്മെ കൂടുതൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അടുപ്പിക്കുന്നതിനും വലിയ ദൈവപ്രവൃത്തിയുടെ ഭാഗമാകാൻ നമ്മെ ഉപയോഗിക്കുന്നതിനും അത് കാരണമാകും. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ഈ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കരുതുക, നമുക്ക് അനുഗ്രഹമാകും. നോഹ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവിടെ പകരുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പകരപ്പെടുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിക്കപ്പെടുമ്പോഴാണ്. ഈ കൃപ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ അൺഡിസർവ്ഡ് ആയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ദാനമായി യോഗ്യതകളോ ക്വാളിഫിക്കേഷനോ പൊസിഷനോ ക്ലവർനെസ്സോ ഒന്നും നോക്കിയല്ല, അൺകണ്ടീഷണലായി വ്യവസ്ഥയില്ലാതെ ചൊരിയപ്പെടുന്ന ശ്രേഷ്ഠമായ ദൈവിക ദാനത്തെയാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവകൃപയുടെ ഒരു ഒഴുക്ക് ഒരു ഹിൻഡ്രൻസുമില്ലാതെ ഒരു ഫ്ലോ ആകണമെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടുള്ളത് ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ബന്ധം മെച്ചപ്പെട്ടതായിരിക്കണം. ആ ബന്ധത്തിൽ നാം വളരാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മെ കരങ്ങളിലെടുക്കുവാൻ ഇടയാകും. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധം ഓരോരുത്തരെക്കുറിച്ചും
ദൈവത്തിന് കൃത്യമായ പദ്ധതിയുണ്ട്. ദൈവത്തിന് അവൻ്റെ കൃപ നമ്മിൽ ധാരാളമായി പകരാൻ താല്പര്യമുണ്ട്. അവൻ്റെ അസൈൻമെൻറ്റുകൾ നമ്മളെ ഏൽപ്പിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് മുന്നേറാൻ നാം തയ്യാറാകണം. നാം ഓർക്കണം, വാട്ട് ഈസ് അവർ ഹൈയസ്റ്റ് സ്പിരിച്വൽ ഗോൾ? നമ്മുടെ ആത്മിക ജീവിതത്തിൽ നമ്മൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മളിലുണ്ടോ? കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം റൈറ്റ് വേയിൽ നമുക്കുണ്ടോ? ഇതൊക്കെ നാം നമ്മെ തന്നെ പുനഃപരിശോധിക്കുന്ന സന്ദർഭങ്ങളായി നമുക്ക് ഈ സമയത്തെ ഉപയോഗിക്കാം. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നമുക്ക് കാണാതറിയാവുന്നതാണ്. അതിലെഴുതിയിരിക്കുന്ന, ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂവിങ് യുവർ മൈൻഡ് that you may prove what is that good and acceptable and perfect will of God. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക എന്നുള്ളത്. ഹെൻറി നൗമൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു തിയോളജിയൻ പ്രൊഫസർ, അദ്ദേഹം പറയുന്നു, spiritual formation is not about steps or stages on the way to perfection. It is about the moment from the mind to the heart. അപ്പോൾ സ്പിരിച്വൽ ഫോർമേഷൻ പ്രധാനപ്പെട്ടതാണ്. സ്പിരിച്വൽ ഫോർമേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. സ്പിരിച്വൽ നോളജ് and spiritual formation are different, are not the same thing. സ്പിരിച്വൽ നോളജ് എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവവചനം ചിലപ്പോൾ ഒരു പ്രസംഗകൻ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അത് എടുക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ അറിയാവുന്നവർ കാണും. അങ്ങനെ ബിബ്ലിക്കലി ഉള്ള നോളജ്. പക്ഷേ സ്പിരിച്വൽ നോളജും സ്പിരിച്വൽ ഫോർമേഷനും രണ്ടാണ്. ഒരു ദൈവ പൈതൽ സ്പിരിച്വലി ഫോം ആകേണ്ടതായിട്ടുണ്ട്. സ്പിരിച്വൽ ഫോർമേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്പിരിച്വൽ ഫോർമേഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ കാണാതെ പഠിച്ച് നമുക്കെല്ലാം അറിയണമെന്നില്ല. പക്ഷേ സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ, ക്ലീൻ ഹാർട്ടോടുകൂടെ, വെടിപ്പുള്ള കൈകളോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയുന്ന ഒരനുഭവം, ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഫോം ചെയ്യപ്പെടുന്ന നന്മയും പൂർണ്ണതയുമുള്ളതായ അനുഭവം. സ്പിരിച്വൽ ഫോർമേഷൻ ഈസ് മോർ ദാൻ ഇൻക്രീസ്ഡ് ബിബ്ലിക്കൽ നോളജ് ഓർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ സ്പിരിച്വാലിറ്റി. Formation always involves an additional dimension of restorative and transformational grace. Hallelujah. അപ്പോൾ ഓർക്കേണ്ടത്, നമ്മുടെ ബിബ്ലിക്കൽ നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിലല്ല കാര്യമിരിക്കുന്നത്. കോഗ്നിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടായേ മതിയാകത്തുള്ളൂ. അത് റെസ്റ്റോറേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രേസിൽ പെടുന്നതാണ്. റെസ്റ്റോറേറ്റീവ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. റെസ്റ്റോറേഷൻ, യഥാസ്ഥാനത്തേക്കാകുന്ന അനുഭവം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. കർത്താവ് വന്ന ആ കാര്യം നടന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകില്ല. നമ്മൾ രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ കർത്താവ് ഈ ലോകത്തിൽ വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗുണം പൂർണ്ണതയിൽ അനുഭവിപ്പാൻ കഴിയുന്നില്ല. അപ്പോൾ റെസ്റ്റോറേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രേസ്, ആ ഗ്രേസ് എന്നുള്ള പദം അവിടെ വരാൻ കാര്യം, അർഹതയില്ലാത്തതായ ആ വലിയ ദൈവകൃപ ഹ്യൂമാനിറ്റിയിലേക്ക് ദൈവം പകർന്നു കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. സ്പിരിച്വൽ ആക്സസ് ടു ഗോഡ് ഈസ് ഗ്രാൻഡഡ് ടു ദ പ്യുവർ ഹാർട്ട് ആൻഡ് ലൈഫ്. നമുക്ക് ഈ ആക്സസബിലിറ്റി ഉണ്ടല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും
ഓരോ കാര്യങ്ങളിലും ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയിൽ തന്നെ നമുക്ക് ഈവൻ ഏത് സിസ്റ്റത്തിലായാലും ഏത് ലിങ്കുകളിൽ കയറുന്നതിനുമെല്ലാം എല്ലാ കാര്യങ്ങൾക്കും അതിനുള്ളൊരു അക്സസിബിലിറ്റിക്കുള്ളൊരു ചാനലില്ലേ, അതിനൊരു പാത്വേ ഇല്ലേ? ഉണ്ടോ? ഇല്ലയോ? ഉണ്ട്. അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനും കംപ്ലീറ്റ് റെസ്റ്റോറേഷനും പൂർണ്ണമായ ട്രാൻസ്ഫോർമേഷനും നമുക്കാവശ്യമായിട്ടുള്ള ഒരു പാത്വേ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലൂടെ കയറി ചെല്ലുവാനായിട്ട് നമ്മൾ മനഃപൂർവ്വം പരിശ്രമിക്കുന്നവരാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെൻറി നൗമാൻ പറഞ്ഞത്, ഈ പെർഫെക്ഷനിലേക്ക് കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടുന്നതായ ഈ സ്റ്റേജസ് നോക്കിക്കൊണ്ട് ഓടുന്നതായ യാത്രയല്ല ക്രിസ്തീയ ജീവിതം, പിന്നെയോ ഫ്രം മൈൻഡ് ടു ഹാർട്ട്. മൈൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അത് വേൾഡിനെ സിഗ്നിഫൈ ചെയ്യുന്നു. എന്നാൽ ഹാർട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അതാണ് റോമൻസിൽ പൗലോസ് പറയുന്നത്. ഞാൻ വേഗത്തിൽ പറയട്ടെ. എല്ലാ സ്ഥാനത്തും ഇരുട്ട് പടർന്നിരിക്കുകയാണ്, വൈഡ് സ്പ്രെഡ് ഡാർക്ക്നെസ്. പക്ഷേ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഡാർക്ക്നെസ് ഹി റിമെയിൻ സ്റ്റുഡ് ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തനായിട്ട് അവൻ നിൽക്കുകയാണ്. അഭാഗങ്ങൾ നോക്കുമ്പോൾ അറിയാം, ലോകം മുഴുവൻ അവൻ്റെ കുടുംബം ഒഴിച്ചു ബാക്കി എല്ലാവരും ലോകമോഹങ്ങളിൽപ്പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നോഹ നിന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം ഇവിടെയാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അവൻ വളരെ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലിനെ അവൻ വളരെ വലുതായി കാണുന്നു, ശ്രേഷ്ഠരായി അവൻ നമ്മെ കാണുന്നു. നമ്മെ അതിലേക്ക് കൊണ്ടെത്തിക്കുവാൻ, അവൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുവാൻ, നമ്മൾ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും നമ്മൾ വിശ്വസ്തരാകുവാൻ. ഹല്ലേലൂയ. മെജോറിറ്റി ആൾക്കാരെന്ത് പറയുന്നു, ഇതല്ല നമ്മുടെ വിഷയം. ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമായിക്കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവപ്രീതിക്കായി ജീവിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഡാനിയേലിൻ്റെ ജീവിതം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നമുക്കതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആ പാലസിൽ ഡാനിയേൽ ചാപ്റ്റർ 1:8, he decided himself he will not defile his life before his holy God. ആ ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ അശുദ്ധമാക്കത്തില്ല, അശുദ്ധനാക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണ്. ഓർക്കണം, ഏത് രീതിയിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇന്ന് ആൾക്കാർ പറയുന്ന എക്സ്ക്യൂസ് പറയാം, ദൈവമാണല്ലോ കൊണ്ടുവന്നത്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇങ്ങനൊരു സാഹചര്യത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാമല്ലോ എന്ന് പറയുന്ന ലെയിം എക്സ്ക്യൂസസ് ഉണ്ട്. എന്നാൽ ദൈവം അത്തരം മുടന്തൻ ന്യായങ്ങളെ ദൈവം പരിഗണിക്കുന്നില്ല എന്നുള്ളത് അറിയണം. ആ വെല്ലുവിളികളുടെ നടുവിൽ ഡാനിയേൽ ഉറച്ചു നിന്നു. എന്താണ് അതിൻ്റെ പരിണിത ഫലം? എന്താണ്? ദൈവം വളരെ ശക്തമായി, he refused to defile himself, prayed faithfully and was thrown into the lion's den. നമുക്കറിയാം, സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് അവൻ എടുക്കപ്പെട്ടു. എന്നാൽ സ്തോത്രം, ദൈവം അവനെ ഉയർത്തുകയാണ്. ദൈവം അവനെ നിർത്തി. ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല എന്ന് ഒരാൾക്ക് തോന്നുന്നെങ്കിൽ അത് മടയത്തരമാണ്. ഹല്ലേലൂയ. നാം വിശ്വസ്തയോടുകൂടെ നിന്നാൽ ദൈവം നമ്മെ പ്രത്യേകം ഓണർ ചെയ്യും. നാം പ്രത്യേകതകളോടുകൂടെ നിന്നാൽ ദൈവം നമ്മെ പ്രത്യേകമായി മാനിക്കും. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നീ ശ്രദ്ധിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിലും വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും വിശ്വസ്തതയുടെയും അനുഭവത്തിൽ ദൈവത്തെ സേവിക്കുന്നവനായാൽ, ഹല്ലേലൂയ, സ്തോത്രം, നിമിഷ നേരം കൊണ്ട് അവൻ നിന്നെ മുൻപിൽ കൊണ്ടുവരുന്ന സമയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഹല്ലേലൂയ ഈ പകൽക്കാലം ദൈവാലോചനയായി ഹൃദയത്തിൽ കരുതട്ടെ. ഹല്ലേലൂയ. ഡാനിയേൽ, he was a man of integrity, he was a man of prayer, he was a man of intercession, he was a man of purity. വിശുദ്ധിക്ക് വേണ്ടി നിന്നു. ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ എക്സംപ്ലറി ആയിട്ടുള്ള വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവം ഉപയോഗിച്ചു. നിങ്ങൾ പറ, ഡാനിയേൽ ലജ്ജിച്ചോ? ഡാനിയേലിനെ ലജ്ജിക്കേണ്ടി വന്നോ?
അവർ 3 പേരല്ലേ ആ പാലസിൽ വന്നത്. അവരുടെ തീരുമാനം, എല്ലാം നിയമങ്ങളും ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിൽക്കാൻ ഒരുവൻ തയ്യാറായാൽ അവൻ്റെ മുൻപിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ ദൈവം മാറ്റുമെന്ന് മാത്രമല്ല, ദൈവത്തിന് ചെയ്തെടുക്കാനുള്ള ശക്തമായ പദ്ധതികൾക്ക് അവൻ നിന്നെ അതിനായി നിയോഗിക്കും. ഇന്ന് പകൽ പ്രത്യേകമായ ദൈവിക നിയോഗങ്ങളെ പ്രാപിപ്പാൻ, ദൈവിക നിയോഗങ്ങൾ എൻ്റെ മേലുണ്ടെന്നും ആ നിയോഗത്തിന് വേണ്ടിയാണ് എൻ്റെ കർത്താവ് എന്നെ വിളിച്ചതെന്നുമുള്ള ബോധ്യമുള്ളവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം ഹല്ലേലൂയ, അത് നമ്മൾ കേട്ടു, സ്പിരിച്വൽ ആക്സസ് ടു ഗോഡ് ഈസ് ഗ്രാൻഡഡ് ടു ദ പ്യുവർ ഹാർട്ട്. വിശുദ്ധിയോടെ നിർമ്മലതയോടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് അതിൻ്റെ ആക്സസിബിലിറ്റി ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. നല്ലൊരു ഭാഗം വളരെ ചെറുപ്പമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല സമയങ്ങളാണ് മുൻപിലുള്ളത്. കർത്താവിൻ്റെ കരങ്ങളിൽ ആയുധമാകാൻ, ദൈവത്താൽ ഈ തലമുറയിൽ മാനിക്കപ്പെട്ടവരാകാൻ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ, വചനത്തെ നിർമ്മലതയോടുകൂടെ ഏറ്റുകൊള്ളുകയും കപടമില്ലാതെ സിൻസിയറായി ദൈവത്തെ സേവിക്കാൻ നാം തയ്യാറായാൽ അതിൻ്റെ വില പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമായിരിക്കും. നിങ്ങൾ ഇന്ന് ഏത് കാര്യങ്ങളിൽ ഭാരപ്പെടുന്നോ അതിനെല്ലാം നീക്കുപോക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തരും. ഇന്ന് ഈ ആലോചനയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തന്നെ, കാരണം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവാലോചനകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ ഏർലി ചർച്ച്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്, ഏർലി ചർച്ച് ഏറ്റവും പ്രതികൂലമായിരുന്നു. പിടിച്ചു നിൽക്കാൻ അവർ കഴിയത്തില്ല. പെർസിക്യൂഷൻ, റോമൻ ഭരണകൂടം സഭയ്ക്കെതിരെ ശക്തമായ പെർസിക്യൂഷൻ അഴിച്ചുവിട്ട ഒരു സമയം. നീറോയുടെയും തെർത്തുല്യൻ്റെയും അതുപോലെ അനേക ക്രൂരന്മാരായ ഭരണാധികാരികളിലൂടെയുള്ളതായ പീഡനങ്ങൾ. പക്ഷേ അവർ വിശ്വസ്തയോടെ നിന്നു. പാട്ടുകാരൻ പറയുന്നു, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും. പാടിയാട്ട് ആർക്കും അറിയത്തില്ല ആ പാട്ട്, മലയാളി സല്ലിയാരും. എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. എല്ലാം പ്രതികൂലമായാലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും എന്നുള്ള ആഴമേറിയ സമർപ്പണത്തിൽ നിൽക്കുക. ഈ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ട് ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബത്തിനെ നമ്മുടെ ചർച്ചിൽ എല്ലാവരും പുതിയ പഴയ ആൾക്കാരില്ല. വെൽ സെറ്റിൽഡായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്, ആരുമില്ല. അങ്ങനെയുള്ള സ്ഥാനത്ത് ദൈവസഭ ഏറ്റവും മുന്നേറാൻ കണ്ട ടൂള് പരിശുദ്ധാത്മാവ് നൽകിയ പ്രാർത്ഥനയൊന്ന് മാത്രമാണ്. കഴിഞ്ഞ നാളുകളിൽ ആ പ്രാർത്ഥനയിൽ കണ്ണുനീരിൽ ദൈവജനം നിന്നപ്പോൾ പടിപടിയായി ദൈവം ജനത്തെ നടത്തി. ദൈവം സഹായിച്ചു. കർത്താവ് ഇനിയും സഹായിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിന്നെ ചുമക്കാം, നടത്താം, സഹായിക്കാം, ഞാൻ നിന്നെ മാന്യനായി കാണുന്നു എന്നുള്ള ഉറപ്പ് കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമ്മളൊറ്റ തീരുമാനം, മാറാത്ത തീരുമാനം, വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകട്ടെ. എന്ത് വന്നാലും ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിന് നിൽക്കും. ഞാൻ വാസ്തവമായും സിൻസിയറായി, കപടമില്ലാത്ത, വളരെ ഇൻറ്റൻഷണലായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥന. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ട്രൂലി റിലേറ്റഡ് വിത്ത് ദ റെസ്റ്റോറേറ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രേസ്. ആ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെയും സമർപ്പണത്തിൻ്റെ അനുഭവത്തിലൂടെയും മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ.
നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ? ധാരാളം വൈഷമ്യങ്ങൾ നിറഞ്ഞ ലോകമാണ്. വെല്ലുവിളികൾ അടിക്കടി വെല്ലുവിളികൾ നിറഞ്ഞ ലോകമാണ്. പിടിച്ചു നിൽക്കുവാൻ കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വളരാൻ കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യം. വർദ്ധിച്ചു വരുവാൻ ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ദൈവത്തിൻ്റെ കൃപയാണ് നോഹയിൽ ഹല്ലേലൂയ ദൈവം പകർന്നത്. ഒരു ചാൻസും ഇല്ലായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ചുള്ള നരേഷൻസ് ബൈബിളിൽ എഴുതിയതിനേക്കാൾ അപ്പുറമാണ്. എല്ലാവരും അവനെ കളിയാക്കി, ഒരുപാട് അവനെ ഇൻസിസ്റ്റ് ചെയ്ത് അതിലേക്ക് അവരുടെ താല്പര്യത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് ആ ഫാമിലിയെ കൊണ്ടുപോകാൻ. അവൻ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പെട്ടകം പണിയാൻ തയ്യാറായപ്പോൾ കളിയാക്കുകയും ടീസ് ചെയ്യുകയും മോക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. ഇവൻ ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇവൻ ഈ സമയത്ത് നല്ലോണം എൻജോയ് ചെയ്യണം, എൻ്റർടൈൻമെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെങ്കിൽ അവർ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിന്നു. ഞാൻ പറയട്ടെ, അതിനകത്തൊരു പ്രൊഫറ്റിക്കൽ ആലോചനകളുമുണ്ട്, പ്രസൻറ്റ് വേയിലുള്ള ദൂതുകളും അതിനകത്തുണ്ട്. എന്താണ് പ്രസൻറ്റ് വേയിലുള്ള ദൂത്? അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കർത്താവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നു. പ്രളയം വന്നു. 40 ദിവസം കണ്ടിന്യൂസ് ഫ്ലഡ്. വെള്ളം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. 1, 2, 3, 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം ഉയരാൻ തുടങ്ങി. നദികൾ പൊങ്ങി, വെള്ളം ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ മൃഗങ്ങൾ, മനുഷ്യർ ചത്തടിഞ്ഞ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നടുക്ക് നോഹയുടെ പെട്ടകം ഇങ്ങനെ സേഫായി. ആ പ്രളയത്തിൽ തകർച്ചയുണ്ടാകാതെ സൂക്ഷിക്കപ്പെട്ടവരായി, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നവരായി, ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിക്കുന്നവരായി ആ വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ലോകത്തിൽ ആ കാലഘട്ടത്തിലെ എല്ലാം ഇല്ലാതായിപ്പോയി. ജീവനുള്ള സകല ദേഹവും നശിച്ചുപോയി. എല്ലാം നശിച്ചു. പക്ഷേ നോഹയുടെ പെട്ടകം ഇങ്ങനെ പ്രളയജലത്തിൻ്റെ മുകളിൽ ഒഴുകി ഒഴുകി നടക്കുകയാണ്. വിശുദ്ധിക്കും നിർമ്മലതയ്ക്കും സത്യസന്ധമായ സമർപ്പണ ജീവിതത്തിൻ്റെയും വില വലുതാണ്. ലോകം പ്രതികൂലമായാലും, സാഹചര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ പ്രതികൂലമായാലും, അതിൻ്റെ മധ്യത്തിൽ ഒരു കേടും കൂടാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. പാട്ടുകാരൻ പാടുന്നില്ലേ, കൺമണി പോലെന്നെ ഭദ്രമായി കാവൽ ചെയ്തിടാം. കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും ഓർത്തതിമോദമോടെ. തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും ഓർത്തതിമോദമോടെ. കൈകൊണ്ട് നടത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണുകൊണ്ടും നടത്താൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് യഹോവയുടെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ കണ്ണ് എന്തിനാണ്? ഏകാഗ്രതയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന തൻ്റെ ജനത്തെ ശക്തീകരിക്കാൻ, അവർ ലജ്ജിച്ചു പോകാതിരിപ്പാൻ, അവർ തളർന്നു പോകാതിരിപ്പാൻ. ഓ, കൺമണി പോലെ കാത്തു സൂക്ഷിക്കാമെന്ന് ഹല്ലേലൂയ വാക്ക് തന്ന കർത്താവിൻ്റെ കൃപയിൽ ദൈവജനം ഈ പകൽ ബലപ്പെടട്ടെ. അന്ത്യത്തോളം ചുമക്കാമെന്നുള്ള പ്രളയത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴും നോഹ ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെട്ടു. ഓ, തനിക്കൊരു ഭാവിയുണ്ട്, തനിക്കൊരു വഴിയുണ്ട്. കാരണം എൻ്റെ ഉടയവൻ എൻ്റെ ദൈവമാണ്. ഓ ഹല്ലേലൂയ, ഈ പകൽ ദൈവജനം ബലപ്പെടട്ടെ. ജീവിതത്തിന്റെ വെല്ലുവിളികളെ നോക്കി പകച്ചു നിൽക്കുന്നവരെ ഭയപ്പെടണ്ട. ദൈവം അവനെ ഉറപ്പിച്ചില്ലേ?
അരാരത്ത് പർവ്വതത്തിൽ കൊണ്ടുവന്ന് ദൈവം ഉറപ്പിച്ചു. അവന് ഒഴുക്കൽപ്പെട്ട് പോകട്ടെ എന്ന് ദൈവം വിചാരിച്ചില്ല. ഇതുപോലെ ദൈവം നമ്മെ സൂക്ഷിക്കും. അവിടുന്ന് ഒരു പുതിയ ഭാവി അവന് ദൈവം കൊടുത്തു. കഷ്ടപ്പാടും വെല്ലുവിളികളും ഞെരുക്കവും ഒക്കെ ഓർത്തെന്ന് ഭാരപ്പെടേണ്ട. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ തീരുമാനമെടുക്കുക. ഈ ആരാധനയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാമെന്നുള്ള തീരുമാനമാണ്. ദൈവത്തെ ഞാൻ ആത്മാർത്ഥമായി ആരാധിക്കും, സേവിക്കും, ദൈവത്തിന് വേണ്ടി നിൽക്കും എന്നുള്ള ഒറ്റ തീരുമാനം മതി ദൈവ പൈതലേ. അവൻ്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ ഇടമുറിയാതെ അനുഭവമാക്കുവാൻ. ഓ ഹല്ലേലൂയ. കൺമണി പോലെ അവൻ നിന്നെ കാക്കും. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടുകൂടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിശേഷപ്പെട്ട കൃപകൾക്കായി സ്തോത്രം. അങ്ങ് വലിയവനാണല്ലോ. ഈ കാലഘട്ടത്തിൽ ദൈവകൃപയെ അനുഭവിച്ചവരായി നോഹയെപ്പോലെ, ഡാനിയേലിനെ പോലെ വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഗ്ലോറി ബി ടു ഗോഡ്. വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവപ്രവൃത്തികൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾക്കായിട്ട് ഒരുക്കപ്പെടട്ടെ. വലിയ ദൈവിക നടത്തിപ്പുകൾ വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ഏതൊക്കെ വിഷയങ്ങളെ മുന്നിൽ തകർന്നുടഞ്ഞു നിൽക്കുന്നു, അതിന്മേൽ അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടട്ടെ. മിറക്കുലസ് ആയിട്ടുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. നിന്റെ ജനത്തെ വീണ്ടും അനുഗ്രഹിക്കുന്നു അങ്ങയുടെ നാമത്തിൽ. എല്ലാ പുകഴ്ചയും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും.